GCDA എനിക്ക് തരാനുള്ളത് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക്. ഈ ക്ലാപ്പ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. കാരണം ഇമാതിരി ഉണച്ച പരിപാടികളൊക്കെ കാണിക്കുന്നത് നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. സോ നമ്മുടെ സ്റ്റേഡിയത്തെ പറ്റിയിട്ട് പറയാലോ. വർഷങ്ങളായിട്ട് കൊച്ചിയിൽ വന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൽ ഇരുന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയാണ്, ഇതുപോലൊരു മെണച്ച സ്റ്റേഡിയം വേറെ ഇല്ല. അത് വേറെ കാര്യം, നമ്മുടെ ഹോമാണ്, നമ്മൾ ഭയങ്കര റെസ്പെക്റ്റ് ആയിട്ട് കാണുന്ന ഒരു സ്ഥലമാണത്. പക്ഷെ എന്നാലും ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? GCDAയോടാണ്. ആ സ്റ്റേഡിയത്തിന് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അത് കിട്ടുമോ നമുക്ക്? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. 70 കോടി എന്തോ മുടക്കി മറ്റേ റിപ്പോർട്ടർ ചാനലിന്റെ മറ്റേ പുള്ളിക്കാരൻ ഏതാണ്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്റ്റേഡിയത്തിലേക്ക് അവരൊന്നും വരത്തില്ല. അത് കിട്ടണം എന്നുണ്ടെങ്കിലേ ആദ്യം സ്റ്റേഡിയം ആയിരിക്കണം, അല്ലാതെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആകരുത്. ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ സ്റ്റേഡിയം ആണോ അതോ തട്ടുകടയാണോ എന്ന് അറിയാത്തൊരു അവസ്ഥയാണ് സ്റ്റേഡിയത്തിനുള്ളത്. അങ്ങനെ ഒരു സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് ഇമാതിരി പരിപാടികൾ കാണിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അറിയാലോ, 31-ാം തീയതി ഇന്ത്യ അവിടെ വന്ന് കളിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്താ കേരളത്തിലേക്ക് ഇന്ത്യയുടെ നാഷണൽ മത്സരങ്ങൾ വരാത്തത്? അപ്പൊ നമ്മളൊക്കെ പറഞ്ഞു ലോബിയാണ്, നോർത്ത് ഇന്ത്യൻ ലോബി, നോർത്ത് ഈസ്റ്റ് ലോബി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല. ഇമാതിരി പരിപാടിയുള്ള കുറെ വെടലകൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊന്നും വരാത്തത്. ഇന്നിപ്പോ ഇങ്ങനൊരു സംഭവം വന്നപ്പോ അതിനെ വേണ്ട രീതിക്ക് വെൽക്കം ചെയ്യേണ്ട നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? 25 ലക്ഷം രൂപ സെക്യൂരിറ്റി കൊടുക്കണം. എന്തിന്? എന്ത് സെക്യൂരിറ്റി അവിടെ? അവിടെ എന്തോ ഉള്ളത്? നമ്മള് ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ അടിച്ചു കഴിയുമ്പോൾ എല്ലാവരും തോളെ പിടിച്ച് ചാടുന്ന ഒരു പരിപാടിയുണ്ട്. ചാടുമ്പോ പേടിച്ചിട്ടാണ് ചാടുന്നത്. കാരണം ഓരോ സ്ലാബും ഇങ്ങനെ വള്ളും താഴോട്ട്, ഇപ്പൊ ഇടിയൂ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. അതൊന്ന് അങ്ങനെ എത്ര കാര്യങ്ങൾ അവിടെ. ചിക്കോക്ക്, KFC, സൂപ്പർ മാർക്കറ്റ്, എന്തുകൊണ്ട് ഇല്ലാത്തത്? ബേക്കറി, തട്ടുകട. ഇതാണോ സ്റ്റേഡിയം? ഇതിനാണോ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറയുന്നത്? നമുക്കറിയാം, പണ്ടത് ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു. അവിടെ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള പല കുറ്റിയും കോലും ലെജൻസ് വന്ന് കളിച്ചിട്ട് പോയിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊക്കെ കുഴപ്പമില്ല, അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ മെസ്സി അതേപോലെ അല്ല, റൊണാൾഡോ അതേപോലെ അല്ല. അവര് വരുമ്പോഴത്തേക്ക് ഫിഫ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഈ ICC പോലെ അല്ല ഫിഫ എന്ന് പറയുന്നത്. സാമാന്യ ബോധം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇമാതിരി ഷോ ഓഫ് കാണിക്കാതിരിക്കുക. തിരുവാതിര കളിക്കാൻ കൊടുത്ത സ്റ്റേഡിയം, അവർക്ക് സെക്യൂരിറ്റി വേണമെന്ന്. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും തിരുവാതിര കളിക്കാൻ കൊടുത്ത പരിപാടിയൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അവരാണ് സ്റ്റേഡിയം സംരക്ഷകർ വന്നേക്കുന്നത്. ഫുട്ബോളിനോട് കുറച്ച് മര്യാദ കാണിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. 25 ലക്ഷം രൂപ സെക്യൂരിറ്റി, 3 ലക്ഷം രൂപ അവർക്ക് ഫീസ്. അപ്പോൾ ഫ്രീ ആയിട്ട് കളിപ്പിക്കുന്ന ഒരുപാട് സ്റ്റേഡിയങ്ങളുണ്ട്. എന്തിന്? നാഷണൽ ടീമിന്റെ കേസ് വിട്. നമ്മുടെ ISL പല ക്ലബ്ബുകളും ഫ്രീ ആയിട്ട് പല ഹോം സ്റ്റേഡിയംസിലും കളിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇവിടെ എന്തോ നടക്കുന്നതെന്ന്. മാരെയൊക്കെ ഉണ്ടല്ലോ, വിലക്ക് മേടിച്ചിട്ടുണ്ടല്ലോ, തല്ലിക്കൊന്ന് കളയണം. അല്ല എന്തോ ചെയ്യേണ്ടത്? പ്ലീസ്